നമസ്കാരം, എല്ലാവർക്കും ഡൊമിസൈൽ ഡിസൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നാലാമത്തെ മൊഡ്യൂൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1ൻ്റെ നാലാമത്തെ മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് പോർഷനായിട്ടുള്ള പാർട്ട് 7 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പാർട്ട് 7ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് നോക്കാം. ട്രാഫിക് സ്റ്റഡീസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ. ഈ ഒരു ടോപ്പിക്കാണ് ഇനി മൊഡ്യൂൾ 4ൽ പെൻഡിങ്ങിൽ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ട്രാഫിക് സ്റ്റഡി? പൊതുവേ നമ്മൾ ട്രാഫിക്കിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ട്രാഫിക് സ്റ്റഡി? ഓക്കെ, ട്രാഫിക് സ്റ്റഡീസ് ആർ ക്യാരിഡ് ഔട്ട് ടു അനലൈസ് ദ ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ജിയോമെട്രിക് ഡിസൈൻ ആൻഡ് ട്രാഫിക് കൺട്രോൾ which tends to a safe and efficient traffic movement. The traffic studies for collection of data is also known as traffic census. ഒരു ഏരിയയിലുള്ള ട്രാഫിക്കിനെ കുറിച്ച് എത്രത്തോളം അവിടെ വരുന്നുണ്ട്, ട്രാഫിക് വോളിയം, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ എങ്ങനെയാണ് ഡിസൈൻ, ട്രാൻസ്പോർട്ടേഷൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെയാണ് റോഡിൻ്റെ ഡിസൈൻ എങ്ങനെയൊക്കെയാണ്, 1 വേ ആണോ 2 വേ ആണോ, അവിടെ ഏതൊക്കെ പീക്ക് ടൈമിലാണ് അവിടെ ട്രാഫിക് വോളിയം കൂടി വരുന്നത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റോഡ് അതിനനുസരിച്ച് 1 വേ റോഡാണോ 2 വേ ആണോ അവിടെ വേണ്ടത് എന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ട്രാഫിക് വോളിയത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ ഒരു ട്രാഫിക് വോളിയം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ട്രാഫിക്കിലെ അവിടെ എന്തെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് അവിടെ എത്രത്തോളം വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു സെൻസസ് നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ ട്രാഫിക് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രാഫിക് വോളിയത്തിനെ കുറിച്ചും അതുപോലെ ഏതൊക്കെ ടൈപ്പ് വെഹിക്കിൾസാണ് പാസ് ചെയ്ത് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ ട്രാഫിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി ട്രാഫിക് സ്റ്റഡീസിന് നമ്മൾ ആ കളക്ട് ചെയ്യുന്ന ഡേറ്റയെ നമ്മൾ അങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് നമ്മൾ ട്രാഫിക് സെൻസസ് എന്നും പറയുന്നു. ഏതൊക്കെ ടൈപ്പ് ട്രാഫിക് സ്റ്റഡീസ് ഉണ്ടെന്ന് നോക്കാം. ട്രാഫിക് വോളിയം സ്റ്റഡി, സ്പീഡ് സ്റ്റഡി, ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി, ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക് സ്റ്റഡി, ട്രാഫിക് കപ്പാസിറ്റി സ്റ്റഡി, പാർക്കിംഗ് സ്റ്റഡി ആൻഡ് ആക്സിഡൻറ്റ് സ്റ്റഡി. ഈ ടേംസ് എല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ കേട്ടുപോകുന്ന ടേംസുകളാണ്. അപ്പോൾ എല്ലാം തന്നെ ഈ ഒരു മേഖലയിലെല്ലാം തന്നെ, ഈ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ട്രാഫിക് സിഗ്നൽ അതുപോലെയുള്ള കാര്യങ്ങൾ, സയൻസ് ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഒന്നാമത്തെ ട്രാഫിക് വോളിയം സ്റ്റഡി. ട്രാഫിക് വോളിയം സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ പാസ് ചെയ്ത് പോകുന്ന, ഒരു പെർട്ടിക്കുലർ ടൈമിൽ പാസ് ചെയ്ത് പോകുന്ന ട്രാഫിക് എത്രത്തോളം ഉണ്ട്, ഏതൊക്കെ വെഹിക്കിൾസ് എങ്ങനെയാണ്, ഏത് പീക്ക് ടൈമിലാണ് അവിടെ കൂടുതലായിട്ട് വെഹിക്കിൾസ് പാസ് ചെയ്ത് പോകുന്നത് എന്നെല്ലാം നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ ട്രാഫിക് വോളിയം സ്റ്റഡി എന്ന് പറയുന്നത്. Traffic volume study is the quantity of vehicles crossing a section of road per unit time at any selected period. The uses of traffic studies are as follows: planning, traffic operation and control, traffic pattern, structural design of payment, regulatory measures. ഡിസൈൻ ഓഫ് പേയ്മെൻറ്റ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു, ട്രാഫിക് വോളിയം അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ഒരു പേയ്മെൻറ്റ് എത്രത്തോളം തിക്നെസ്സിൽ, എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള പേയ്മെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യണമെന്ന് നമുക്ക് അറിയണമെങ്കിൽ അവിടെ ആ ഒരു ഏരിയയിലൂടെ പാസ് ചെയ്തു പോകുന്ന ട്രാഫിക്കിൻ്റെ വോളിയം അറിഞ്ഞിരിക്കണം. സോ അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലെ ട്രാഫിക്കിൻ്റെ ഓപ്പറേഷൻ അതുപോലെ കൺട്രോൾ എല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ ട്രാഫിക് പാറ്റേൺ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റെഗുലേറ്ററി മെഷേഴ്സ് എന്ന് പറയുമ്പോൾ സൈൻസ് ആൻഡ് സിഗ്നൽസ് ഒക്കെ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. Traffic volume studies are usually conducted when certain volume characteristics are needed, some of which follow: average annual daily traffic, average daily traffic, peak hour volume, vehicle classification, vehicle miles of travel. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാഫിക് വോളിയം സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിന് നമുക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. എങ്ങനെയാണ് ട്രാഫിക് വോളിയം സ്റ്റഡി നടത്തുന്നത്? 2 ടൈപ്പായിട്ട് നമുക്ക് ട്രാഫിക് വോളിയം സ്റ്റഡി നടത്താം. ഒന്ന് ഓട്ടോമാറ്റിക്കലി ഉള്ള ഒരു മെത്തേഡും, 2 മാനുവലി. ഓട്ടോമാറ്റിക് കൗണ്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് മെയിനായിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ
ട്രാഫിക് വോളിയം സ്റ്റഡി നടത്തുന്നത്. ഓട്ടോമാറ്റിക് കൗണ്ടേഴ്സ് ആർ ഓൾസോ നോൺ ആസ് മെക്കാനിക്കൽ കൗണ്ടേഴ്സ്. They can automatically record the total number of vehicles crossing a section of the road in desired period of time. ചില ഏരിയാസിൽ ക്യാമറ, അതുപോലെ സെൻസർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റോഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. സോ ക്യാമറയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ സെൻസർ ആണെങ്കിൽ ഒരു വെഹിക്കിൾ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ആ സെൻസറിൽ നമ്പർ 1 എന്ന് കാണിക്കും. 2 പാസ് ചെയ്ത് പോകുമ്പോൾ 2 അങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡ്സും ഓട്ടോമാറ്റിക്കലി കൗണ്ട് ചെയ്യുന്ന ടൈപ്പ് മെത്തേഡ്സ് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇനി ഓട്ടോമാറ്റിക് കൗണ്ടേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ്: ഇറ്റ് ക്യാൻ വർക്ക് ത്രൂ ഔട്ട് ദ ഡേ ആൻഡ് നൈറ്റ് ഫോർ ഡിസൈഡ് പീരീഡ് വിച്ച് ഈസ് ഇംപ്രാക്ടിക്കൽ ഇൻ മാനുവൽ. മാനുവലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് 24 hours ഈ ഒരു ട്രാഫിക് വോളിയം സ്റ്റഡി നടത്തുക എന്നുള്ളത്. അത് റിസ്ക്കാണ്, ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല, പക്ഷേ റിസ്ക്കാണ്. സോ അത് ഈ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെത്തേഡിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ദ ഡിസഡ്വാൻറ്റേജ്. ഇറ്റ് ഡസ് നോട്ട് ഗീവ് ദ ഡീറ്റെയിൽ ഓഫ് ട്രാഫിക് ലൈക്ക് വേരിയസ് ക്ലാസസ്, സ്ട്രീം ആൻഡ് ടേണിംഗ് മൂവ്മെൻറ്റ്സ്. ഒരിക്കലും ഈ ഒരു ഓട്ടോമാറ്റിക് കൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മെത്തേഡിൽ നമ്മളിത് മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെഹിക്കിളിൻ്റെ കൗണ്ട് കിട്ടും എന്നല്ലാതെ ഏത് ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ഇനി ഏത് ടൈപ്പ് വാഹനമാണ് അവിടെ പാസ് ചെയ്ത് പോയത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. ട്രക്കാണോ, കാറാണോ, അതോ ഇനി ഒരു 2 വീലറാണോ, അതൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സെൻസർ വഴി അല്ലെങ്കിൽ ക്യാമറയിലൊക്കെ ഇത് റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ, ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. സെൻസർ വഴിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഏത് ടൈപ്പ് ആണെന്നുള്ളത് റീഡ് ചെയ്യുള്ളൂ. അപ്പോൾ 1 എന്ന് തെളിയുള്ളൂ. ഒരു വെഹിക്കിൾ പാസ് ചെയ്ത് പോകുന്നത് ഏത് വെഹിക്കിളാണെങ്കിലും അതിൽ 1 എന്ന് കാണിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏത് വെഹിക്കിളാണ്, ഏത് ക്ലാസ് ഓഫ് വെഹിക്കിളാണ് പാസ് ചെയ്ത് പോയതെന്ന് ഈ ഒരു ഓട്ടോമാറ്റിക് കൗണ്ടറിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഓട്ടോമാറ്റിക് കൗണ്ടറാണ്. ഇതിൽ സെൻസറാണ് റോഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെഹിക്കിൾ പാസ് ചെയ്ത് പോകുമ്പം അവിടെ റീഡിങ് 1 എന്ന് റീഡാവും. ഒരു വെഹിക്കിൾ ആണെങ്കിൽ 1 എന്ന് റീഡാവും. 2 ആണെങ്കിൽ ഇനി ഒറ്റ ടൈമിലാണ് 2 അടുപ്പിച്ച് അതിനകത്ത് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ അപ്പോഴും 1 എന്ന് അതിനകത്ത് കാണിക്കുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ദ മാനുവൽ മെത്തേഡ്. ദ മാനുവലി മെത്തേഡ് ഈസ് ദ മെത്തേഡ് ഇൻ വിച്ച് a group of people are trained to record the total number of vehicles crossing a section of the road in desired period of time on record sheets manually. മാനുവലായിട്ട് ആളുകൾ നിന്നിട്ട് നമ്മൾ വെഹിക്കിൾസിൻ്റെ എണ്ണം എത്ര എന്നുള്ളത് കൗണ്ട് ചെയ്യുക, മാനുവലായിട്ട് കൗണ്ട് ചെയ്യുക. അതായത് മാൻ പവർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ വെഹിക്കിൾസിൻ്റെ എത്ര വെഹിക്കിൾ പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഗീവ്സ് ദ ഫുൾ ഡീറ്റെയിൽ ഓഫ് ട്രാഫിക് ലൈക്ക് വേരിയസ് ക്ലാസസ്, സ്ട്രീം ആൻഡ് ടേണിംഗ് മൂവ്മെൻറ്റ് എക്സെട്ര ഓഫ് ദ വെഹിക്കിൾ. ബട്ട് ഇറ്റ് കനോട്ട് വർക്ക് ത്രൂ ഔട്ട് ദ ഡേ ആൻഡ് നൈറ്റ് ഫോർ ഓൾ ദ ഡേ ഓഫ് ഇയർ. അതായത് നേരത്തെ പറഞ്ഞ ഓട്ടോമാറ്റിക് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജ്, അതുപോലെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്. കാര്യം ഇതിൽ നമുക്കൊരു വെഹിക്കിളിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. ഏത് ടൈപ്പ് വെഹിക്കിളാണ്, ഏത് സൈഡിലേക്കാണ് പാസ് ചെയ്ത് പോയത് എന്നെല്ലാം കിട്ടും. പക്ഷേ ഇത് മാൻ പവർ യൂസ് ചെയ്തിട്ട് ഒരു ഇയറിൽ എല്ലാ മാസവും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും രാത്രി പകലെന്നില്ലാതെ നമുക്ക് മെഷർമെൻറ്റ്സ് എടുക്കാൻ കഴിയില്ല. Presentation of volume study data. The data can be presented by following forms: annual average daily traffic, trends chart, variation charts, traffic flow maps, high volume diagram, highest hourly volume graph. അതായത് നമ്മൾ വോളിയം സ്റ്റഡി നടത്തിയിട്ട് അതിനകത്ത് നിന്ന് കിട്ടുന്ന ഡേറ്റ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ട്രാഫിക് വോളിയം സ്റ്റഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ ആ ഒരു സ്ട്രെസ്സിൽ തന്നെ നിങ്ങളിത് പഠിക്കാം. Next one is the speed studies. The speed studies are the studies which are carried out to know the general trends in speeds. They are classified into 2 groups: spot speed study, speed and delay study. ഒരു വെഹിക്കിൾ പാസ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ള സ്പീഡിൽ പോകുന്ന വെഹിക്കിൾസിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ഏത് സ്പീഡിലാണ് ആ വെഹിക്കിൾസ് ആ ഒരു ഏരിയയിലൂടെ പാസ് ചെയ്ത് പോകുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നതിനെയാണ് സ്പീഡ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം സ്പീഡ് കുറഞ്ഞു പോകേണ്ട ചില ഏരിയാസ് ഉണ്ട്. സ്കൂളിൻ്റെയൊക്കെ ഫ്രണ്ടിൽ പൊതുവേ സ്പീഡ്
കുറയ്ക്കണം എന്ന രീതിക്കുള്ള ബോർഡുകളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില ഏരിയാസിൽ ആക്സിഡൻറ്റ് ഒരുപാട് കൂടുന്നുണ്ട്, അവിടെ സ്പീഡ് നമ്മൾ കുറയ്ക്കണം. അപ്പം അങ്ങനെയുള്ളതൊക്കെ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര സ്പീഡാണ് അവിടെ പാടുള്ളൂ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഈ സ്റ്റഡി യൂസ് ചെയ്യും. സ്പോർട്സ് സ്പീഡ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്പീഡ് അറ്റ് എനി സ്പോർട്ട് ഈസ് നോൺ ആസ് സ്പോർട്ട് സ്പീഡ്. ഏതൊരു മൊമെൻറ്റിലും ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ നമ്മളെടുക്കുന്ന ആ ഒരു സ്പോർട്ടിലെടുക്കുന്ന സ്പീഡാണ് സ്പോർട്സ് സ്പീഡ് എന്ന് പറയുന്നത്. ഇറ്റ് മേ യൂസ്ഡ് ഫോർ ഫോളോയിങ് ആസ്പെക്ട്സ്: പ്ലാനിംഗ്, ട്രാഫിക് കൺട്രോൾ ആൻഡ് റെഗുലേഷൻ, ജിയോമെട്രിക് ഡിസൈൻ, ആക്സിഡൻറ്റ് സ്റ്റഡീസ്, ട്രാഫിക് കപ്പാസിറ്റി, സ്പീഡ് ട്രെൻഡ്സ്. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ട്രാഫിക് കപ്പാസിറ്റി അറിയാൻ, ആക്സിഡൻറ്റ് സ്റ്റഡി നടത്താൻ, അതുപോലെ പ്ലാനിങ്ങിനും റെഗുലേഷനും ഒക്കെ വേണ്ടിയിട്ട്, പിന്നെ ജിയോമെട്രിക് ഡിസൈനിന് വേണ്ടിയിട്ട്. മെത്തേഡ്സ് ഫോർ കണ്ടക്ടിങ് സ്പോർട്സ് സ്പീഡ് സ്റ്റഡീസ് ആർ മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് മെത്തേഡ്സ് ആർ ദർ. മാനുവൽ മെത്തേഡ് ഈസ് സെൽഡം യൂസ്ഡ്. ഓട്ടോമാറ്റിക് ഡിവൈസസ് ആർ ഗിവൺ. അതായത് മാനുവൽ മെത്തേഡ് എപ്പോഴും നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ, മെഷർ ചെയ്തെടുക്കാൻ കഴിയില്ല. സോ മാനുവൽ മെത്തേഡിനേക്കാൾ കൂടുതൽ അവിടെ യൂസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് മെത്തേഡ്സ് ആണ്. ഏതൊക്കെ ഡിവൈസസ് ആണോ യൂസ് ചെയ്യുന്നത് നോക്കാം. റോഡ് ഡിറ്റക്ടേഴ്സ്, റഡാർ ബേസ്ഡ് സ്റ്റഡി, ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോണിക്സ്. ഈ 3 കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസസിനെ നമ്മൾ അവിടെ പ്ലേസ് ചെയ്യാറുണ്ട് ടു നോ ദ സ്പോർട്സ് സ്പീഡ്. ഓക്കെ, റോഡ് ഡിറ്റക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ന്യൂമാറ്റിക് റോഡ് ട്യൂബ്സ്, ഇൻഡക്റ്റീവ് ലൂപ്പ്. ഈ പേരുകൾ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നെക്സ്റ്റ് വൺ ഈസ് ദ പ്രസൻറ്റേഷൻ ഓഫ് സ്പോർട്സ് സ്പീഡ് ഡാറ്റ. ആവറേജ് സ്പീഡ് ഓഫ് വെഹിക്കിൾ, ക്യുമുലേറ്റീവ് സ്പീഡ് ഓഫ് വെഹിക്കിൾ, മോഡൽ ആവറേജ്. ഈ 3 മെയിനായിട്ട് ഈ ഒരു 3 മെത്തേഡിലാണ്. ഒന്നുകിൽ ആവറേജ് സ്പീഡ് ഓഫ് വെഹിക്കിൾ, ആ ഒരു ഏരിയയിലുള്ള പർട്ടിക്കുലർ ഏരിയയിലുള്ള ആവറേജ് സ്പീഡ് ഓഫ് വെഹിക്കിൾ, സ്പോർട്സ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളത് പ്രസൻറ്റ് ചെയ്യും. ക്യുമുലേറ്റീവ് സ്പീഡ് ഓഫ് വെഹിക്കിൾ, ക്യുമുലേറ്റീവ് സ്പീഡ് എത്രയാണെന്നുള്ളത് പ്രസൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ മോഡൽ ആവറേജ്. സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡി. രണ്ടാമത്തത് സ്പീഡ് സ്റ്റഡിയിൽ രണ്ടാമത് വരുന്നതാണ് സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡി എന്ന് പറയുന്നത്. സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡി ഗീവ്സ് റണ്ണിംഗ് സ്പീഡ്, ഓവറോൾ സ്പീഡ്, ഫ്ലക്ച്വേഷൻ ഇൻ സ്പീഡ്, ഡിലേ ബിറ്റ്വീൻ 2 സ്റ്റേഷൻ. അടുത്തത് മെത്തേഡ്സ് ഓഫ് സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡി. സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡിയുടെ മെത്തേഡ്സ് ആണ് പറയുന്നത്. ഫ്ലോട്ടിംഗ് കാർ മെത്തേഡ്, ലൈസൻസ് പ്ലേറ്റ് മെത്തേഡ്, ഇൻ്റർവ്യൂ ടെക്നിക് മെത്തേഡ്, എലിവേറ്റഡ് ഒബ്സർവേഷൻ മെത്തേഡ്, ഫോട്ടോഗ്രാഫിക് ടെക്നിക് മെത്തേഡ്സ്. ഇനി ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി. And this technique is mainly observed by 2 methods: plan the road network and other facilities for vehicular traffic, plan the schedule of different modes of transportation for trip demand. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് റോഡ് നെറ്റ്വർക്കിന് വെഹിക്കുലർ നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള പ്ലാനിങ് എല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ പ്ലാൻ ദ ഷെഡ്യൂൾ ഓഫ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫോർ ട്രിപ്പ് ഡിമാൻഡ്. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി മെയിനായിട്ട് നടത്തുന്നത്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ഒ ആൻഡ് ഡി സ്റ്റഡി ഏതൊക്കെയാണെന്ന് നോക്കാം. റോഡ് സൈഡ് ഇൻ്റർവ്യൂ മെത്തേഡ്, ലൈസൻസ് പ്ലേറ്റ് മെത്തേഡ്, റിട്ടേൺ പോസ്റ്റ് കാർഡ് മെത്തേഡ്, ടാഗ് ഓൺ കാർഡ് മെത്തേഡ്, ഹോം ഇൻ്റർവ്യൂ മെത്തേഡ്, വർക്ക് സ്പോട്ട് ഇൻ്റർവ്യൂ മെത്തേഡ്. ഈ മെത്തേഡ്സ് എല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കാനുള്ളതേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. സോ പേരുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ട്രാഫിക് കപ്പാസിറ്റി സ്റ്റഡിയാണ് അടുത്തത്. കപ്പാസിറ്റി സ്റ്റഡി എന്ന് പറയുമ്പോൾ ട്രാഫിക് വോളിയം സ്റ്റഡി തന്നെയാണ്, പക്ഷേ ട്രാഫിക് സ്റ്റഡി ഓഫ് ദ സ്റ്റഡി ഓഫ് വോളിയം ആൻഡ് ട്രാഫിക് ഡെൻസിറ്റി ഈസ് നോൺ ആസ് ട്രാഫിക് കപ്പാസിറ്റി സ്റ്റഡി. മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് ട്രാഫിക് കപ്പാസിറ്റി ഉണ്ട്: ബേസിക് കപ്പാസിറ്റി, പോസിബിൾ കപ്പാസിറ്റി ആൻഡ് പ്രാക്ടിക്കൽ കപ്പാസിറ്റി. മെയിനായിട്ടൊരു റോഡിൽ ആ ഒരു ഏരിയയിലുള്ള ബേസ് ആയിട്ടുള്ള കപ്പാസിറ്റി, എത്ര കപ്പാസിറ്റിയാണ് അവിടെ ബേസിക് കപ്പാസിറ്റി വരുന്നത്. രണ്ടാമത്തത് പോസിബിൾ കപ്പാസിറ്റി, അവിടെ എത്രത്തോളം മാക്സിമം കപ്പാസിറ്റി നമുക്ക് എടുക്കാൻ പറ്റും. മൂന്നാമത്തത് പ്രാക്ടിക്കൽ കപ്പാസിറ്റി, പ്രാക്ടിക്കലായിട്ട് അവിടെയുള്ള കപ്പാസിറ്റി എത്രയാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ട്രാഫിക് കപ്പാസിറ്റി: സ്പീഡ് ഓഫ് ലീഡിംഗ് ആൻഡ് വോളിയം വെഹിക്കിൾ, ടൈപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 2 വെഹിക്കിൾ, ഡ്രൈവർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോളോയിങ് വെഹിക്കിൾ, ട്രാഫിക് വോളിയം കപ്പാസിറ്റി റേഷ്യോ, പ്രപ്പോർഷൻ ഓഫ് വെഹിക്കിൾ ക്ലാസസ്, റോഡ് ജിയോമെട്രിക്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ് ട്രാഫിക് കപ്പാസിറ്റീനെ മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ആ ഒരു ഏരിയയിലുള്ള റോഡിൻ്റെ ഡിസൈൻ, ജിയോമെട്രിക് ഡിസൈൻ അതിനെ ബാധിക്കും, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ബാധിക്കും,
ഇനി വെഹിക്കിൾ ക്ലാസ്സസിൻ്റെ പ്രപ്പോർഷൻ അതിനെ ബാധിക്കും. ട്രാഫിക് വോളിയം കപ്പാസിറ്റി റേഷ്യോ, ഡ്രൈവർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോളോയിങ് വെഹിക്കിൾ. നമ്മൾ ഒരു വെഹിക്കിൾ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അതിൻ്റെ ബാക്കിലൊരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ അതുപോലെ ഫ്രണ്ടിലും മുന്നിലൊക്കെയുള്ള മുന്നിലും ബാക്കിലൊക്കെയുള്ള വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുന്ന ആളുടെ ഒരു മെൻറ്റാലിറ്റിക്ക് കൂടി അനുസരിച്ചിരിക്കും അവിടെ എത്രത്തോളം വോളിയം പോസിബിൾ ആവും എന്നുള്ളത്. ഓക്കെ, ചിലർ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കും, ചിലർ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. ഒരു വെഹിക്കിൾ പാസ് ചെയ്ത് പോകുമ്പോൾ മറ്റൊരു വെഹിക്കിൾ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അതിനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓവർടേക്കിന് വാഹനം ഓടിക്കുന്ന ആൾ അനുമതി കൊടുത്തെങ്കിൽ മാത്രമേ, അല്ലാതെ എങ്ങനെ വെഹിക്കിൾ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നൊക്കെ ബാക്കിലുള്ള വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വോളിയം കൂടും. ഓക്കെ, ടൈപ്പ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടു വെഹിക്കിൾ, രണ്ട് വെഹിക്കിളിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ സ്പീഡ് ഓഫ് ലീഡിങ് ആൻഡ് ഫോളോയിങ് വെഹിക്കിൾ, രണ്ടിൻ്റെ സ്പീഡും. നെക്സ്റ്റ് വൺ ഈസ് ദ പാർക്കിംഗ് സ്റ്റഡീസ്. Parking is the much needed demand and major problem in our country. Parking studies are used to evaluate the facilities available like parking demand, parking characteristics, parking space inventory. അപ്പോൾ പാർക്കിംഗ് ഏരിയ ഇല്ലാതെ ഒരിക്കലും ഒരു ടൗൺ എന്ന് പറയുന്നത്, ഒരു നല്ല ടൗണിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ എപ്പോഴും പാർക്കിങ്ങിനായിട്ടുള്ള ഒരു ഏരിയ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവണം. സോ പാർക്കിംഗ് സ്റ്റഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് പാർക്കിംഗ് സ്റ്റഡീസ്, ഓൺ സ്ട്രീറ്റും ഉണ്ട്, ഓഫ് സ്ട്രീറ്റും ഉണ്ട്. അപ്പോൾ ഓൺ സ്ട്രീറ്റ് പാരലൽ പാർക്കിംഗ്, 30 ഡിഗ്രി ആംഗിൾ പാർക്കിംഗ്, 45 ഡിഗ്രി ആംഗിൾ പാർക്കിംഗ്, 60 ഡിഗ്രി ആംഗിൾ പാർക്കിംഗ്, റൈറ്റ് ആംഗിൾ പാർക്കിംഗ്. ഇനി ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ് ആണെങ്കിൽ മെക്കാനിക്കൽ കാർ പാർക്കിംഗ്, മൾട്ടി സ്റ്റോറി കാർ പാർക്കിംഗ്, റൂഫ് കാർ പാർക്കിംഗ്, സർഫസ് കാർ പാർക്കിംഗ്, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്. ഇതൊക്കെ ഓഫ് സ്ട്രീറ്റ് ആണ്. ഓൺ സ്ട്രീറ്റിൽ വരുന്നതാണ് ഈ പാരലൽ പാർക്കിങ്ങും 30 ഡിഗ്രി ആംഗിൾ പാർക്കിങ്ങും ഒക്കെ. നമ്മൾ പാർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. പലരും നമ്മൾ വെഹിക്കിളെല്ലാം പാസ് ചെയ്ത് പാർക്ക് ചെയ്ത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഒക്കെ നമ്മളെപ്പോഴും മാളിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിലെല്ലാം കയറുമ്പോഴെല്ലാം ഇങ്ങനെയുള്ള അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ മെക്കാനിക്കൽ കാർ പാർക്കിംഗ്, മൾട്ടി സ്റ്റോറി കാർ പാർക്കിംഗ് എല്ലാം. ഓൺ സ്ട്രീറ്റിലാണെങ്കിൽ വെഹിക്കിൾസിന് പാസ് ചെയ്യാൻ സ്പെഷ്യലായിട്ടൊരു ഏരിയ ഇല്ലാത്ത ഇതിലെല്ലാം നമ്മൾ പാരലൽ പാർക്കിംഗ്, 30 ആംഗിൾ പാർക്കിംഗ് ഒക്കെ ചെയ്യാറുള്ളതാണ്. ഇനി ആക്സിഡൻറ്റ് സ്റ്റഡീസ് മേ ബി ലിസ്റ്റഡ് ആസ് ടു സ്റ്റഡി ദ കോസ് ഓഫ് ആക്സിഡൻറ്റ് ആൻഡ് സജസ്റ്റഡ് കറക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് അറ്റ് നിയറസ്റ്റ് ലൊക്കേഷൻ, ടു ഇവാലുവേറ്റ് എക്സിസ്റ്റിംഗ് ഡിസൈൻ, ടു സപ്പോർട്ട് പ്രപ്പോസ്ഡ് ഡിസൈൻ, ടു മേക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ലോസ്, ടു ക്യാരി ഔട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്റ്റഡീസ്. ഒരു ഏരിയയിൽ നടന്നിരിക്കുന്ന ആക്സിഡൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിന് ആക്സിഡൻറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ആ ഒരു ഏരിയയിൽ ഒരു പാസ്റ്റ് 20 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നടന്ന മെയിനായിട്ടുള്ള ആക്സിഡൻസ്, അവിടെ എത്ര പേർക്ക് ആക്സിഡൻറ്റിൽ അപകടം സംഭവിച്ചു, എത്ര പേര് മരിച്ചു, അല്ലെങ്കിൽ എത്ര വെഹിക്കിൾസിന് ഡാമേജ് ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ് ഇതിൽ. അപ്പോൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ ജോമെട്രിക് ഡിസൈനിന് എന്തെങ്കിലും തകരാറുണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം, അവിടുത്തെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണോ ഇതിന് കാരണം, അതോ ഇനി വേറെ എന്തെങ്കിലും അവിടെ ആ ഒരു ഭാഗത്ത് കർവ് എന്തെങ്കിലും വരുന്നുണ്ടോ, ആ വരുന്നുണ്ടെങ്കിൽ ആ കർവിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഡിസൈൻ സ്പീഡ് ഒരുപാട് കൂടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്സിഡൻറ്റ് സ്റ്റഡി നമ്മൾ നടത്തുന്നത്. ആക്സിഡൻറ്റ് സ്റ്റഡി റെക്കോർഡിൽ കളക്ഷൻ ഓഫ് ആക്സിഡൻറ്റ് ഡേറ്റ, ആക്സിഡൻറ്റ് റിപ്പോർട്ട്, ആക്സിഡൻറ്റ് റെക്കോർഡ്, കണ്ടീഷൻ ഡയഗ്രാം, കൊളിഷൻ ഡയഗ്രാം, ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അനാലിസിസ്, ഇതെല്ലാം നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. There are 4 basic elements in traffic accident. റോഡ് യൂസർ ഉണ്ടാവും ആ ഒരു ആക്സിഡൻറ്റിൽ, വെഹിക്കിൾ ഉണ്ടാവും, റോഡ് കണ്ടീഷൻ ഉണ്ടാവും, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഉണ്ടാവും. ഇനി ആക്സിഡൻറ്റിനുള്ള കാരണങ്ങളോ, ഡ്രൈവർ ആകാം, പെഡസ്ട്രിയൻ ആകാം, പാസഞ്ചർ ആകാം, വെഹിക്കിൾ ഡിഫക്ട്സ് ആവാം, വെതർ ആവാം, വല്ല ആനിമൽസും പാസ് ചെയ്ത് പോകുമ്പോൾ പറ്റുന്നതാവാം. അപ്പോൾ നോർമലായിട്ട് വാഹനം പാസ് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു നായ എന്തെങ്കിലും കുറുകെ ചാടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാവും. സോ അവിടെ ഒരു ആനിമലും ഫാക്ടറായിട്ട് മാറാം. ഇനി അതല്ലാതെ വാഹനം ഓടിക്കുന്ന ആൾ മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാവും. അതുപോലെ പാസഞ്ചേഴ്സ്, പെഡസ്ട്രിയൻസൊക്കെ ശ്രദ്ധിക്കാതെ പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആക്സിഡൻസിനുള്ള ചാൻസ് ഉണ്ട്. വെഹിക്കിൾ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ചാൻസ് ഉണ്ട്. പിന്നെ വെതറും, ഫോഗൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റിനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രാഫിക് സ്റ്റഡീസ് എന്ന് പറയുന്ന
ആ ഒരു പോർഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷനോട് കൂടി നിങ്ങളുടെ മൊഡ്യൂൾ 4 ഇവിടെ തീരുകയാണ്. അപ്പോൾ മൊഡ്യൂൾ 4ലുള്ള എല്ലാ പോർഷൻസും എല്ലാ വീഡിയോസും നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ട് അത് പഠിക്കുക. മൊഡ്യൂൾ 4 കഴിഞ്ഞു. അടുത്ത ദിവസം നമുക്ക് മൊഡ്യൂൾ 5ൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.